ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ആംബുലൻസിൽ നിന്ന് 280 ഗ്രാം MDMA പിടിച്ചെടുത്തു. ആംബുലൻസിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചുകൊണ്ടാണ് കടത്താൻ ശ്രമം നടത്തിയത്. ഇതിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാനമായ രീതിയിൽ തന്നെ ഓപ്പറേഷനിലൂടെ ഏകദേശം 4100 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി തന്നെ ഭീമാപള്ളി സ്വദേശി പിടിയിലായ വാർത്ത കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതോടുകൂടി തന്നെ ഇപ്പോൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ശക്തമായ ലഹരി വേട്ടയാണ് നടക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ ഓപ്പറേഷൻ ഇപ്പോൾ കേരള ജനതയ്ക്കിടയിൽ കയ്യടി ഏറ്റുവാങ്ങുകയാണ്. അതേസമയം തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ വെച്ചാണ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ലഹരിക്കടത്ത് പോലീസ് പിടിച്ചെടുത്തത്. പ്രതികളിൽ നിന്ന് ഏകദേശം 280 ഗ്രാം MDMA പിടിച്ചെടുത്തതായി തന്നെ പോലീസ് അറിയിച്ചു. അതുപോലെ വെട്ടിക്കൽ സ്വദേശി ഫെയ്ത്തും അഞ്ചേരി സ്വദേശി സന്ദീപുമാണ് പിടിയിലായത്. ഷാരോൺ എന്ന പേരിലുള്ള ആംബുലൻസിലായിരുന്നു ലഹരി കടത്താൻ ശ്രമിച്ചത്. ബീക്കൺ ലൈറ്റും അടിയന്തര സർവീസ് വാഹനത്തിന്റെ രൂപവും ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും വെട്ടിക്കാൻ ശ്രമിച്ചതാണ് എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ദേശീയപാതയിൽ ശക്തമായ പരിശോധന നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെയാണ് അവിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അവിടെ സഞ്ചരിച്ച ആംബുലൻസ് പോലീസ് തടഞ്ഞുവെച്ച് പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെ തന്നെ വാഹനത്തിനുള്ളിൽ തന്നെ ഒളിപ്പിച്ച നിലയിൽ MDMA കണ്ടെത്തുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ തന്നെ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു വരികയാണ്. ലഹരി എത്തിക്കാനിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ശൃംഖല ആരൊക്കെയാണ് എന്നും അന്വേഷിച്ചു വരികയാണ് എന്നതാണ് തൃശൂർ സിറ്റി പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് പിന്നിൽ വൻ ലഹരി മാഫിയ ബന്ധമുണ്ടെന്ന സംശയവും ശക്തമാണ്. ഇതോടുകൂടി തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ നടപടിയുടെ ഭാഗമായിരുന്നു ഈ നിർണായക വേട്ട എന്നതാണ് ലഹരി വേട്ട എന്നതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അടിയന്തര സേവന വാഹനങ്ങൾ പോലും ലഹരി കടത്തിനായി തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിവരം ഇപ്പോൾ കേരളത്തിലെ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. സംഭവത്തിലേക്ക് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന ലഹരി തൃശൂരിൽ വിതരണം ചെയ്യാനായിരുന്നു പ്രതികളുടെ നീക്കമെന്നും പ്രതികളുടെ മൊബൈൽ ഫോണും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇതിനിടെ തന്നെ കോഴിക്കോട് 38 ഗ്രാം MDMAയുമായി ഒരു യുവാവ് പിടിയിലായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം സാജിദ് ജമാൽ എന്ന വ്യക്തിയാണ് പിടിയിലായത്. സൗത്ത് ബീച്ചിന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഒരു വർഷത്തിനിടെ തന്നെ ഇത് 4ാം തവണയാണ് സാജിദ് ലഹരിയുമായി പിടികൂടിയത് അല്ലെങ്കിൽ പിടിയിലാകുന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം കേരളത്തിൽ ലഹരിക്കടത്ത് ദിനം പ്രതി കൂടുതൽ സംഘടിതവും അപകടകരവുമായ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നത് ഒരു മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. ആംബുലൻസ് പോലുള്ള അടിയന്തര സേവന വാഹനങ്ങൾ വരെ ലഹരി കടത്തിനായി തന്നെ ഉപയോഗിക്കുന്നത് അത് വലിയ രീതിയിൽ സമൂഹത്തെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ തന്നെ ആശങ്കയിലാക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി തന്നെ MDMA ഉൾപ്പെടെയുള്ള വലിയ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി തന്നെ കേരളത്തിൽ വൻതോതിൽ ഇവിടേക്ക് ഒഴുകുന്നതായി തന്നെ സൂചനകളുണ്ട്. ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്.